ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തക്കാളി ചട്നീൻ്റെ റെസിപ്പിയാണ്. ദോശൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള തക്കാളി ചട്നിയാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ വേഗത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ കേട്ടോ. ഞാനിവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു 6-7 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ തക്കാളി ആണെങ്കിൽ 5 എടുത്താൽ മതി. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴുത്ത തക്കാളി എടുത്താൽ ടേസ്റ്റും ഉണ്ടാവും, അതേപോലെ തന്നെ ചട്നിക്ക് നല്ലൊരു കളറും കിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ടേസ്റ്റിനനുസരിച്ചിട്ട് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സവാളക്ക് പകരമായിട്ട് ചെറിയ ഉള്ളിയില്ലേ, അത് വേണമെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ മിക്സാക്കിയിട്ട് വലിയ സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും എടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഞാനിവിടെ 7 പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് പിരിയൻ മുളകും നമ്മൾ സാധാ എരിവുള്ള മുളകും അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അധികം അങ്ങ് അരഞ്ഞു പോകരുത്. ഇതേപോലെ ഒന്നിങ്ങനെ കുറച്ച് തരിതരിയായിട്ട് കിട്ടണം കേട്ടോ. ആ ഒരു മുളകിൻ്റെയും പിന്നെ തക്കാളീൻ്റെതൊക്കെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. ഇനി നമുക്കിതൊന്ന് കടുകൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് നന്നായി പൊട്ടി വരുന്ന ടൈമിൽ കുറച്ച് കായ്മുളകും പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലേനു, അപ്പം അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു 2 ടീസ്പൂണ് ഉഴുന്ന് കഴുകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഉഴുന്ന് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാൻ. ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ ആ ഒരു തക്കാളി പേസ്റ്റ് ആക്കിയിട്ടില്ല അത് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു ഉഴുന്നിൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഇതേപോലെ കളറായിട്ട് കിട്ടണം കേട്ടോ. അധികം അങ്ങ് കരിഞ്ഞും പോകരുത്. ഇനി നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കേട്ടോ. നമ്മൾ തക്കാളി പേസ്റ്റാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തക്കാളിയിലുണ്ടാകുന്ന വെള്ളം മാത്രം മതി. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നന്നായിട്ട് അതിൽ നിന്ന് വെന്തിട്ട് വരണം. ഈ ഒരു തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ആ തക്കാളി അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാനിവിടെ വെറും കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ എരിവില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പിരിവിയ മുളക് എടുത്തതിന് പകരമായിട്ട് നിങ്ങൾ എരിവുള്ള മുളക് എടുത്തതെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് അതിൽ നിന്ന് വേവിച്ചിട്ടെടുക്കാം. ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു തക്കാളി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ കിട്ടും. ഈ ഒരു തക്കാളി ചട്നി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, കുറച്ചൊന്ന് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ആ ഒരു തക്കാളീൻ്റെ എല്ലാം ഇത് മിക്സിയിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിവിടെ ഒരു നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിട്ടുള്ള ചട്നിയാണ് വേണ്ടത്. നിങ്ങൾ ഇത് അനുസരിച്ചിട്ട് അതിൽ വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ഇഡ്ഡലി ദോശ മാവ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുക്കാൻ. പുളിച്ച മാവ് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിലുള്ള ആ മാവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതെടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. തക്കാളി ചട്നി തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു മിക്സും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ഒരു തമിഴ് കുക്കിംഗ് ചാനലിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാക്കാറുണ്ട്. എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. അപ്പം ആദ്യം ഞാനിങ്ങനെ തക്കാളി ചട്നി ഉണ്ടാക്കുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടലില്ല. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ടിപ്പില്ലേ, തക്കാളി വെള്ളം ഒഴിക്കാതെ തിളപ്പിച്ച് നല്ലോണം വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത് ചെയ്തപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് നമ്മുടെ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള തക്കാളി ചട്നീൻ്റെ ടേസ്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് ഇത് തിളപ്പിച്ചിട്ടെടുക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ലൂസ് വേണോ അത്രയും നല്ല ലൂസാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും എരിവൊക്കെ നോക്കി കറക്റ്റാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ.
ഈ ഒരു ചട്നി നല്ല ചൂടോടുകൂടി കഴിച്ചാൽ ദോശയും ഇഡ്ഡലിയും എത്ര കഴിച്ചെന്ന് മനസ്സിലാവില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇത്. ഒന്നും കൂടെ നമ്മൾ ആ ഒരു സ്റ്റൗ ഓഫാക്കി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. നല്ല പഞ്ഞി പോലത്തെ ദോശൻ്റെ കൂടെയോ ഇഡ്ഡലീൻ്റെ കൂടെയോ ഒക്കെ കഴിച്ചാലില്ലേ ദോശയും ഇഡ്ഡലിയും ഒന്നും മതിയാവില്ല. അപ്പോൾ അത്രക്കും ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.